അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് ന്യൂമോണിയ ആയിട്ട് മാറുകയാണ് സാധനം കേട്ടോ. ന്യൂമോണിയ ആയിട്ട് മാറുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട കേസാണ്. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയണത് കൃത്യമായി പാലിക്കാം. അതായത് അരി, ഗോതമ്പ്, ബാർലി, ചോളം, ഓട്സ്, ഈ 5 സാധനം, അരി, ഗോതമ്പ്, ബാർലി, ചോളം, ഓട്സ്, ഈ 5 സാധനം ഒഴിവാക്കുക ഒരു 5 ദിവസത്തേക്ക് ഇത് തൊടാൻ പാടില്ല. പകരം ഇറച്ചി, മീൻ, മുട്ട, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് പോലുള്ള സാധനങ്ങൾ കഴിക്കാം. മനസ്സിലായില്ലേ? ഇറച്ചി, മീൻ, മുട്ട, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് പോലുള്ള സാധനങ്ങൾ കഴിക്കാം. പക്ഷെ അത് കറി വെക്കുമ്പോൾ അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട്, അതായത് എണ്ണ ചൂടാക്കിയിട്ട്, കുക്കിംഗ് ഓയിൽ എന്തായാലും, അത് ഒലിവ് ഓയിൽ ആയെങ്കിലും ശരി, അത് ചൂടാക്കരുത്. ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൽ കുക്ക് ചെയ്യരുത്. മനസ്സിലായില്ലേ? തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ ഇറച്ചി ഇപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ അറിയാലോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇട്ട് 2 തക്കാളി ഇട്ട് വേപ്പില ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയായി. അത് പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ഇട്ട് ഉപ്പിട്ട് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി ഇറച്ചിക്കറിയായി. മനസ്സിലായില്ലേ? അതിലേക്ക് മല്ലിയും മുളകും പിന്നെ ഈ ഗരം മസാലയും വെളിച്ചെണ്ണ കൂട്ടി ഒഴിക്കരുതെന്ന് ചുരുക്കം. മനസ്സിലായില്ലേ? അതേപോലെ കഴിക്കാം. മീനൊക്കെ, മീൻകറി തേങ്ങാപ്പാൽ ഒഴിക്കുക, അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാളയൊക്കെ ഇടുക, തക്കാളി ഇടുക. അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മീൻ ഇടുക, 2 വേപ്പില ഇടുക, ഇത്തിരി ഉപ്പ് ഇടുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മഞ്ഞപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻകറിയായി. അതിലേക്ക് അതിന് തൂമിക്കണം, താളിക്കണം, നിങ്ങൾ എന്താ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ആ സാധനം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു പാൻ എടുത്ത് വെക്കുക. പാൻ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ പൊട്ടും. ആ പൊട്ടിയ ഉലുവ ഈ ഇതിലേക്ക് ഇട്ടേച്ചാൽ മതി. അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. അതല്ല കടുകാണെന്നുണ്ടെങ്കിൽ പാത്രം വെറുതെ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കടുക് ഇട്ട്